ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ അപ്പത്തിൻ്റെയും നല്ല ചൂടാക്കിയ ബ്രെഡിൻ്റെയും കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ അടിപൊളി ചിക്കൻ സ്റ്റൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലും ഇറച്ചിയും കൂടെ കൂടിയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഈ തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കനെ ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഒരു 2-3 പച്ചമുളക് കീറിയതും പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2-ാം പാലിൻ്റെ പകുതിയോളം നമ്മൾ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. നമ്മുടെ ഈ ചിക്കനും ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ വേകുന്നിടം വരെ നമുക്കൊന്ന് വേവിക്കാം. ഏകദേശം ഒരു 2 വിസിലടിച്ചാൽ മതി. അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചതിന് ശേഷം സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ഗ്രാമ്പു, 2 ഏലക്ക, 2 പട്ട പിന്നെ ഒരല്പം പെരുംജീരകവും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഒരല്പം കറിവേപ്പിലയും പിന്നെ മുഴുവനോടെയുള്ള കുരുമുളകും ഇട്ട് ഒരു സവോള ഇങ്ങനെ അരിഞ്ഞത് കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റുക കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് ഞാനൊരല്പം വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോളയൊക്കെ വഴന്ന് വരുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സബോളയെല്ലാം വഴന്ന് വന്നപ്പോഴത്തേക്കും ഞാനൊരു 2 ബ്രെഡിൻ്റെ പീസ് ഒന്ന് പൊടിച്ച് നമ്മുടെ ഈ സബോളയിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് ബ്രെഡ് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കറിക്ക്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും ഉരുളക്കിഴങ്ങും അതെല്ലാം കൂടി ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുമ്പേ എടുത്ത് മാറ്റി വെച്ചിരുന്ന ആ 2-ാം പാലിൻ്റെ ബാക്കി കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ ഇപ്പം നമ്മൾ നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും നോക്കണം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടതിന് ശേഷം നമ്മുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. 1-ാം പാല് ചേർത്താൽ നമ്മുടെ സ്റ്റൂ പിന്നെ തിളപ്പിക്കരുത്, ഒന്ന് ചൂടാക്കി ഇറക്കാവേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ. അതാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ആ പാല് തിളയ്ക്കുന്നതിന് മുന്നേ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും മെയിൻ സ്റ്റെപ്പ് എന്ന് തന്നെ പറയാവുന്ന എന്താണ്,
നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് നുറുക്കിയിട്ട് അത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചിങ്ങെടുക്കണേ. അണ്ടിപ്പരിപ്പ് നല്ലോണം മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കിസ്മിസ് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്ത് നല്ല ബോൾ പോലെ പൊങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ആ നെയ്യോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ സ്റ്റൂവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാവേ. അതിന് ശേഷം അതെല്ലാം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി ഇത് യൂസ് ചെയ്യാം കേട്ടോ. നെയ്യൊക്കെ ഒഴിച്ചുകൊണ്ട് നല്ല ചൂടോടുകൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ അപ്പം അതുപോലെ തന്നെ ബ്രെഡ് ആവിക്ക് വെച്ചിട്ട് ഈ സ്റ്റൂവും കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.